നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, Thrissur, near bus stand, Tripprayar. സാമുദായിക സമവാക്യങ്ങൾക്ക് പ്രാധാന്യം നൽകി തൃശൂരിൽ മേയർ, ഡെപ്യൂട്ടി മേയർ പദവികൾ വീതം വയ്ക്കും. അഡ്വക്കേറ്റ് സുബി ബാബു, ഷീന ചന്ദ്രൻ, ശ്യാമള മുരളീധരൻ, വത്സല ബാബുരാജ് എന്നിവർ പരിഗണനയിൽ. തൃശൂർ ജില്ലയിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാത്തതിൽ BJP സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തി. ജില്ലാ നേതാക്കളെ വിളിച്ചുവരുത്തി വിശദീകരണം തേടുമെന്ന് സൂചന. ജില്ലയിൽ സംഘടനാ തലത്തിൽ അഴിച്ചുപണിക്കും സാധ്യത. തൃശൂർ MG റോഡ് വികസനത്തിന് ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടും പാർട്ടി പിന്തുണ ലഭിച്ചില്ലെന്ന മേയർ MK വർഗീസിന്റെ കുറ്റസമ്മതം. MG റോഡ് വികസനം എന്ന സ്വപ്നം ബാക്കിവെച്ച ദുഃഖത്തോടെയാണ് പടിയിറങ്ങുന്നതെന്നും മേയർ. കടങ്ങോട് മണ്ടംപറമ്പിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. 5 ഫാമുകളിൽ നിന്നായി 300ഓളം പന്നികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പന്നികളെ ദയാവധത്തിനിരയാക്കും. സംവിധായകനും മുൻ MLA-യുമായ PT കുഞ്ഞു മുഹമ്മദിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ ചലച്ചിത്ര അക്കാദമിക്ക് പോലീസ് നോട്ടീസ് നൽകും. ജൂറിയുടെ വിശദാംശങ്ങൾ, ഹോട്ടൽ ബുക്കിംഗ് വിവരങ്ങൾ എന്നിവ ആവശ്യപ്പെടും. വാർത്തകൾ വിശദമായി. സാമുദായിക സമവാക്യങ്ങൾക്ക് പ്രാധാന്യം നൽകി തൃശൂരിൽ മേയർ, ഡെപ്യൂട്ടി മേയർ പദവികൾ വീതം വയ്ക്കുന്നു. തിരഞ്ഞെടുപ്പ് ഫലം വന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും തൃശൂർ കോർപ്പറേഷനിൽ മേയർ, ഡെപ്യൂട്ടി മേയർ പദവികളിൽ തീരുമാനമായില്ല. 5 വർഷത്തെ ഭരണത്തിൽ മേയർ, ഡെപ്യൂട്ടി മേയർ പദവികൾ 3 തവണകളായി വീതം വയ്ക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. 33 കോൺഗ്രസ് കൗൺസിലർമാരാണ് തൃശൂരിൽ ജയിച്ചത്. ഘടകകക്ഷികളാരും ജയിച്ചിട്ടില്ല. പാർലമെന്ററി പാർട്ടി തർക്കങ്ങളില്ലാതെ പദവികൾ തീരുമാനിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നതെങ്കിലും സാമുദായിക സമവാക്യങ്ങൾ മുൻനിർത്തിയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. തൃശൂർ DCC പ്രസിഡന്റായി ഏറെ വർഷങ്ങളായി ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവരാണെന്നും ഇതിനാൽ മേയർ പദവി ഹിന്ദു ഈഴവ വിഭാഗത്തിന് നൽകണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. അതിനാൽ 4ാം തവണയും കൗൺസിലറായ സുബി ബാബു മേയറാകണമെന്നാണ് ഈ പക്ഷം ആവശ്യപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവരാകും. ഷീന ചന്ദ്രൻ, ശ്യാമള മുരളീധരൻ, വത്സല ബാബുരാജ് എന്നിവരും മേയർ ലിസ്റ്റിലുണ്ട്. ക്രൈസ്തവ സമുദായത്തെ പരിഗണിച്ചാൽ ഡോക്ടർ നിജി ജസ്റ്റിൻ, ലാലി ജെയിംസ്, അഡ്വക്കേറ്റ് വില്ലി എന്നിവരാണ് ലിസ്റ്റിലുള്ളത്. KPCC സെക്രട്ടറി A പ്രസാദ്, DCC ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ് എന്നിവരെയാണ് ഡെപ്യൂട്ടി മേയർമാരായി പരിഗണിക്കുന്നത്. ഹൈന്ദവരിൽ തന്നെ നായർ, ഈഴവ വിഭാഗങ്ങൾക്ക് പ്രത്യേകം പരിഗണന നൽകണമെന്ന ചർച്ചകളും സജീവമാകുമ്പോൾ ഒരു വിഭാഗം ഇതിൽ അസംതൃപ്തരാണ്. ജാതിയും മതവും സമുദായവും പറയാതെ തിരഞ്ഞെടുപ്പിന് നേരിട്ട് വിജയിച്ചപ്പോൾ മതം പറയുന്നതിലാണ് എതിർപ്പ് ഉയരുന്നത്. TCV തൃശൂർ. കോർപ്പറേഷൻ മേയർ MK വർഗീസ് 5 വർഷത്തെ ഭരണം പൂർത്തിയാക്കി ഇന്ന് ഔദ്യോഗികമായി പടിയിറങ്ങുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ചോദിച്ചാൽ ഞാൻ പറയാം, മാധ്യമങ്ങളാണ്. കാരണം 5 വർഷക്കാലത്തിനുള്ളിൽ കാലിടറാതെ വളരെ ബ്രിമ്മിലാണെങ്കിൽ പോലും മുന്നോട്ട് നയിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ കൂടെ നിന്ന ജനപ്രതിനിധികളും പാർട്ടിയുമായിരുന്നു. നമുക്കറിയാം, ഈ 5 വർഷക്കാലം കൊണ്ട് തൃശ്ശൂരിനെ ഒരു പുതിയ തൃശ്ശൂരാക്കി മാറ്റാൻ വലിയ പ്രവർത്തനങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമുക്കറിയാം, പുതിയ ഭരണസമിതി വരും. എല്ലാ കാലവും 5 വർഷം കഴിഞ്ഞാൽ പുതിയ ഭരണസമിതികൾ വരണം. അതാണ് ജനാധിപത്യ വ്യവസ്ഥ. ആ വ്യവസ്ഥ പ്രകാരം പുതിയ ഭരണസമിതി വരുമ്പോൾ ആ ഭരണസമിതി വന്ന് കയറി കഴിഞ്ഞാൽ തുടർ പ്രവർത്തനങ്ങൾ അവർക്ക് പൂർത്തീകരിക്കുമ്പോൾ അവർ നോക്കിക്കാണണം കഴിഞ്ഞ ഭരണസമിതി എന്ത് ചെയ്തു. ഇനി ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ടെങ്കിൽ അതും കൂടി പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് ഇനി മുന്നോട്ട് പോകാം എന്നുള്ള ഒരു രീതിയാണ് നമ്മൾ ഇന്ന് 5 വർഷം പൂർത്തീകരിച്ചു. ഈ വരുന്ന 20-ാം തീയതിയാണ് 20/12/2025 ഈ ഭരണസമിതിയുടെ ഏറ്റവും അവസാനവും അതായത് പൂർത്തീകരിക്കുന്ന സമയമാണ്. ഞാൻ അല്പം നേരത്തെ തന്നെ ഇറങ്ങാൻ തീരുമാനിച്ചു. മറ്റൊന്നും കൊണ്ടല്ല, നമുക്കറിയാം 5 വർഷക്കാലം ഇരുന്ന സ്ഥലമാണിത്. പുതിയ സാരഥികളെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള മെയിൻ്റനൻസുകളും ഞാനിരിക്കുന്ന സ്ഥലമായാലും അതുപോലെ തന്നെ ജനപ്രതിനിധികളായിരുന്നിരുന്നവരും
അതുപോലെ തന്നെ കക്ഷി നേതാക്കളുടെ മുറികളും ഒപ്പം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മുറികളും ഈ കൗൺസിലുകളടക്കം ഇനി എന്തെങ്കിലും മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ അതും കൂടി നടത്തണം. പുതിയവരെ നമ്മൾ വരവേൽക്കണം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കാനുള്ളവരാണ് ഇവരെല്ലാവരും. അതിവരെ ബോധ്യപ്പെടുത്തണം. ഈ കഴിഞ്ഞ 5 വർഷക്കാലം എന്നോട് സഹകരിച്ചവരെല്ലാവരും ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയല്ല, ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടിയും പാവപ്പെട്ടവനും വേണ്ടിയും ഉള്ള ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായാണെന്ന് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഞാനിവിടെ നിന്ന് പോയാലും പൊതുനിരന്തരത്ത് തന്നെ പ്രവർത്തിക്കും. ഒപ്പം തന്നെ നല്ലത് കണ്ടാൽ അവരെ പ്രവർത്തിക്കുകയും തെറ്റ് കണ്ടാൽ ഒരു വിട്ടുവീഴ്ച കൂടാതെ തന്നെ ഞാൻ അതിന് എതിരെ നിന്ന് പ്രവർത്തിക്കും എന്നും കൂടി അവസരത്തിൽ ഓർമ്മിപ്പിക്കുക. കാരണം എന്താ, തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ചേർന്നതാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ലോകോത്തര നിലവാരത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇന്ന് തൃശ്ശൂർ അറിയപ്പെടുന്നത് പണ്ട് കാലത്തുണ്ടായിരുന്നത് പോലെയല്ല. ഇന്ന് സ്കൈവാക്കും കോർപ്പറേഷൻ കെട്ടിടത്തിൻ്റെ മുൻവശവും ആണ് ആദ്യമായി നമ്മൾ മുന്നോട്ട് കാണുന്നത്. അപ്പം അത്രയും വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. ലോകോത്തര നിലവാരത്തിൽ ഇന്ന് തൃശ്ശൂരിന് അറിയപ്പെടുന്നു. ഒപ്പം തന്നെ നമ്മുടെ പുതിയ പുതിയ നൂതന പദ്ധതികൾ, ഇന്ന് ഇന്ത്യയിൽ തന്നെ ആദ്യമായി നൂതനമായ കുറേ പദ്ധതികൾ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ തൃശ്ശൂർ പൗരാവലിക്ക് വേണ്ടിയാണ്, തൃശ്ശൂരിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്. അത് തുടർ പ്രവർത്തനങ്ങൾ ഇനിയുള്ളവർ വന്ന് ചെയ്യട്ടെ എന്നും കൂടി അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നോട് സഹകരിച്ച, എന്നെ സ്നേഹിച്ച, എന്നെ മുന്നോട്ട് നയിച്ച എല്ലാവരോടും, എക്സ്പെഷ്യലി പത്രക്കാരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. അത് കൊടുക്ക്. നമ്മുടെ കോർപ്പറേഷന്റെ ജീവനക്കാർക്കും അതുപോലെ തന്നെ സെക്രട്ടറിക്കും വേണ്ടി ബഹുമാനപ്പെട്ട മേയറുടെ ഒരു പ്രശംസാപത്രമുണ്ട്. അത് ബഹുമാനപ്പെട്ട മേയർ സെക്രട്ടറിക്ക് നൽകുന്നതാണ്. അതിനുവേണ്ടി മേയറെയും സെക്രട്ടറിയെയും ക്ഷണിച്ചുകൊണ്ട് വിഭാഗം ജീവനക്കാർക്കും അവിടെ സെക്രട്ടറിക്ക് വേണ്ടി, അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് വേണ്ടിയിട്ടുള്ള പ്രശംസാപത്രം മേയർ അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് നൽകും. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. യെസ്. ഞാൻ പറഞ്ഞല്ലോ, പൊതുരംഗം എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു പാർട്ടിയുടെ കൂടെ നിൽക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പൊതുരംഗത്ത് ഞാൻ പ്രവർത്തിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? കാരണം 5 വർഷക്കാലം ഇവിടെ പ്രവർത്തിച്ചതിനകത്ത് വരുന്ന ദോഷങ്ങളും ഗുണങ്ങളും ബോധ്യപ്പെടുത്തും എന്നതാണ് ഞാൻ 5 വർഷം ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് പരിശ്രമിച്ചിട്ടുള്ളത്. അതിനകത്ത് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ വീഴ്ച വരുത്തുന്ന ആരുണ്ടെങ്കിലും അത് ചോദ്യം ചെയ്യും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാം പൊതുജനങ്ങൾക്ക്. നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത് പൊതുരംഗത്ത് തന്നെയല്ലേ. അവിടേക്ക് നമ്മൾ എത്തിയിട്ടില്ലല്ലോ. ഇപ്പൊ തന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോവുക. അതായത് ഒരു 5 കൊല്ലത്തെ പ്രവർത്തനം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് വിരമിക്കുകയാണ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് എന്നുള്ളത് നമ്മൾ ആ സമയത്ത് നമ്മളോട് പറയും. ഇപ്പോഴല്ല, ഇപ്പൊ ഞാൻ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്. മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് പിന്നെ ഇനി ഇത്ര സമയം കിടക്കുന്നു. ഓക്കെ. ഒരു കാര്യം മനസ്സിലാക്കണം, വികസനത്തിന്റെ കാര്യത്തിൽ തൃശ്ശൂർ കോർപ്പറേഷനകത്ത് ഒരിക്കലും ഭരണം നഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമുക്കറിയാം, ചില സുനാമികൾ വന്നാൽ ചിലത് നിലനിൽക്കും, ബാക്കിയുള്ളവർക്ക് വാഷ് ഔട്ട് ആയിട്ട് പോകുന്ന കാര്യങ്ങൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. ഇതൊരു പുതിയ അനുഭവമല്ല കേട്ടോ. ഓരോ സമയവും നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ നമ്മളെക്കാൾ പ്രബുദ്ധരാണ് എന്നുള്ളത് തെളിയിക്കുകയാണ്. അത് സ്വമേധയെ ഇന്ന വരെ ചരിത്രത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണ്? ഒരിക്കലും തന്നെ 5 വർഷം കഴിഞ്ഞാൽ ഭരണമാറ്റം ഇവിടെ ഉണ്ടാകാറുണ്ട്. കാലങ്ങളായിട്ട് ഇത് നടപ്പുള്ളതാണ്.
അതിനകത്ത് ഇടതുപക്ഷമാണ് 2 വർഷം നിന്നത്. അപ്പോൾ ഒരു 3ാമത്തെ വർഷം കേരളത്തിലെ ജനങ്ങൾ അത് ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. അതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആയിക്കോട്ടെ, ഇനി പുതിയൊരാൾക്കാർ വരട്ടെ, ഇനി അവരുടെ കൂടി കേൾക്കട്ടെ, അവരെന്ത് ചെയ്യുന്നു നോക്കട്ടെ, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. അതിൻ്റെ പേരിലായിരിക്കാം. ഭരിക്കുന്നത് ഇടതുപക്ഷമായതുകൊണ്ട് നാളെ UDF ആണെങ്കിൽ ഇതേ വാക്ക് തന്നെ ഉപയോഗിക്കും. വേറെ വാക്കില്ലല്ലോ. സുനാമി എന്ന് തന്നെ പറയാം. സുനാമി എന്ന് പറയാം. സംഭവിക്കാം, എന്തില്ലായ്മ. കാരണം ശബരിമല പ്രശ്നം ജനം പലതരത്തിലല്ലേ. അവർക്ക് ചിന്തിക്കാം. ചിലവർക്ക് ചിന്തിച്ചു ശബരിമലയിലുള്ളത് സത്യമോ നീതിയോ, അതനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നമുക്ക് അറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഒന്നും അത്ര വലിയ കാര്യമാക്കി വന്നില്ല. അതും ഇതുപോലെ എല്ലാ വിഷയങ്ങളും ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഏറ്റവും വലിയ ശക്തി ജനമാണ്. ആ ജനമാണ് തീരുമാനിക്കുക ഇവിടെ ആര് വേണം ആര് വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവർക്കല്ലേ. അവരുടെയൊക്കെ മനസ്സ് തുറന്ന എനിക്കറിയില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഭരണവിരുദ്ധ വികാരം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇതുപോലെ സുനാമി വന്നത്. എന്താ? അല്ലാണ്ട് പിന്നെ വേറെ ആരും വിജയിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ അവരാണല്ലോ വിജയിച്ചേക്കണത്. അല്ല, ഞാൻ ചോദിക്കുന്നത് UDFന്റെ വിജയം ഇപ്പം നടന്നല്ലോ. അപ്പം അതിൻ്റെ അകത്ത് സുനാമി വന്നാൽ നശിച്ചു പോവല്ലേ ചെയ്യാം. അപ്പം വിജയം മറ്റൊരാൾക്കല്ലേ കിട്ടിയത്. അപ്പം ആർക്കാണ് അത് സംഭവിച്ചതെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാലോ. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഇപ്പോഴും പറയുന്നു, തൃശ്ശൂർ കോർപ്പറേഷന്റെ വികസനം അല്ല ജനങ്ങൾ കണ്ടിരിക്കുന്നത്. ജനങ്ങൾ കണ്ടത് ആഗോളമായ സർക്കാരിൻ്റെ കൂടി പ്രവർത്തനം കൂടി വിലയിരുത്തിക്കൊണ്ടാണ് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ നേരിട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിന്റെ ഭാഗത്തായിട്ട് അങ്ങനെ സംഭവിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. തൃശ്ശൂരിന്റെ കോർപ്പറേഷന്റെ വികസനക്കുറവ് കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് ഞാനല്ല, നിങ്ങൾക്കും പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇത് കഴിയട്ടെ, നമുക്ക് അടുത്ത് വീണ്ടും കാണാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് അവസാനിക്കുന്നില്ല, നമ്മൾ ഇനിയും മുന്നോട്ട്. ഓക്കെ, ഞാൻ പറയുന്നത് MG റോഡിനകത്ത് നടപ്പിലാക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം. MG റോഡ് നടപ്പിലാക്കാൻ എനിക്ക് ചുരുക്കി പറഞ്ഞാൽ, ഞാൻ പ്രതിനിധിച്ചിരുന്ന പാർട്ടിയും എന്നെ ഒരു പരിധി വരെ സഹായിച്ചു, ഒരു പരിധി സഹായിച്ചിട്ടില്ല. മനസ്സിലായി? ഒരു പരിധി വരെ സഹായിച്ചു, എന്നാൽ ഒരു പരിധി വരെ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ള അഭിപ്രായം തന്നെ എനിക്കുള്ളത്. ഞാൻ വളരെ ആത്മാർത്ഥമായി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അത് നടപ്പിലാവണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹമായിരുന്നു. എൻ്റെ ജനപ്രതിനിധികളൊക്കെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അതിനുവേണ്ടി ആ പ്രദേശത്തുള്ള എല്ലാവരും പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടോ അത് മുന്നോട്ട് പോകുമ്പോൾ എന്തോ ഒരു പിൻവലി അതിനകത്തുണ്ടോ എന്ന് എനിക്കും സംശയമുണ്ട്. ഞാൻ ആലോചിക്കാനുള്ള സമയമാണ്. സമയം കൊടുക്കുന്നത് നോക്കാം. കഴിഞ്ഞ 5 വർഷക്കാലം പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളൊക്കെ ഈ കൗൺസിൽ അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് ആയും സഹായിച്ചിട്ടുണ്ട് എന്നുള്ള ഞാൻ അഡ്രസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും വിവിധ ഘട്ടങ്ങളിൽ പത്രക്കാരുടെ പ്രവർത്തനങ്ങളൊക്കെ സഹായിക്കും. തൃശൂർ ജില്ലയിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാകാത്തതിൽ BJP സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തി. ജില്ലാ നേതാക്കളെ വിളിച്ചുവരുത്തി വിശദീകരണം തേടുമെന്നാണ് സൂചന. ജില്ലയിൽ സംഘടനാ തലത്തിൽ അഴിച്ചുപണിക്കും സാധ്യതയുണ്ട്.
സുരേഷ് ഗോപിക്ക് ലഭിച്ച വോട്ടുകളുടെ കണക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കും BJP നേതാക്കളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. തൃശൂർ എടുത്തത് BJP അല്ല സുരേഷ് ഗോപിയാണെന്ന് വ്യക്തമാവുകയാണ്. അങ്ങനെ എടുത്ത തൃശൂരിൽ സുരേഷ് ഗോപിയുടെ താരപദവിയും കേന്ദ്രമന്ത്രി സ്ഥാനവും ഗുണം ചെയ്തില്ല. കലുങ്കു സംവാദവും SG കോഫി ടൈമുമെല്ലാം ആവിയായി. BJP ഉൾപ്പെടുന്ന NDA നേടിയത് ആകെ 220 സീറ്റുകൾ. 171 ഗ്രാമപഞ്ചായത്ത് സീറ്റുകളും 5 ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകളും 36 നഗരസഭാ ഡിവിഷനുകളും 8 കോർപ്പറേഷൻ ഡിവിഷനുകളുമാണ് ഇക്കുറി NDAയ്ക്കൊപ്പം നിന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ കുതിപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിയാത്തത് തിരിച്ചടിയായാണ് പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കടുത്ത അതൃപ്തിയിലാണ്. തൃശൂരിൽ സ്ഥാനാർത്ഥി നിർണയ ഘട്ടം മുതൽ അനാവശ്യമായി ഇടപെട്ട ജില്ലയിലെ നേതാക്കളെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചുവരുത്തി താക്കീത് ചെയ്തേക്കും. എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയാത്തതും തിരിച്ചടിയായാണ് പാർട്ടി വിലയിരുത്തുന്നത്. വീഴ്ച വരുത്തിയ സ്ഥലങ്ങളിലെ നേതാക്കളെ വിളിച്ച് താക്കീത് നൽകുന്നതിനൊപ്പം കീഴ്ഘടകങ്ങളിൽ പുനഃസംഘടനയ്ക്കും സാധ്യതയുണ്ട്. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ MG റോഡ് വികസനത്തിന് ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടും പാർട്ടി പിന്തുണ ലഭിച്ചില്ലെന്ന് മേയർ MK വർഗീസിന്റെ കുറ്റസമ്മതം. MG റോഡ് വികസനമെന്ന സ്വപ്നം ബാക്കിവെച്ച് ദുഃഖത്തോടെയാണ് പടിയിറങ്ങുന്നതെന്നും മേയർ പറഞ്ഞു. ഏറെ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടും പദ്ധതി നടപ്പാക്കാൻ വേണ്ട പിന്തുണ പാർട്ടിയിൽ നിന്ന് ലഭിച്ചില്ല. മുൻ മന്ത്രി VS സുനിൽകുമാർ അടക്കമുള്ളവർ ശ്രമിച്ചിട്ടും ഒന്നും നടന്നില്ലെന്ന് MK വർഗീസ് പറഞ്ഞു. താൻ മേയറായി വന്നപ്പോൾ MG റോഡിന് ഊന്നൽ കൊടുത്തു. ആർക്കോ MG റോഡ് വികസനം നടപ്പാകരുത് എന്ന ആഗ്രഹമുണ്ടായിരുന്നുവെന്നും അതാണ് വികസന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയാതെ പോയതെന്നും MK വർഗീസ് പറഞ്ഞു. സുനിൽകുമാർ അടക്കം അതിന് ശ്രമിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നിരുന്നവരൊക്കെ ഉണ്ടായിട്ടും അത് നടന്നില്ല. ഞാൻ വന്നതിന് ശേഷവും വളരെയധികം ഊന്നൽ കൊടുത്ത ഒരു പരിപാടിയായിരുന്നു MG റോഡ്. എനിക്ക് അത് പൂർത്തീകരിക്കണം, അത് പൂർത്തീകരിച്ചിട്ട് വേണം ഇറങ്ങിപ്പോകണമെന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്കത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആവശ്യമായ തരത്തിലുള്ള ഒരു സപ്പോർട്ട് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഞാൻ പല പ്രാവശ്യവും ഇതുമായി ബന്ധപ്പെട്ട് ഇവരെയൊക്കെ വിളിച്ചവരാണ്. അവിടുത്തെ ജനപ്രതിനിധികളൊക്കെ ഞാൻ വിളിച്ചു, അവിടുത്തെ നേതാക്കന്മാരോടൊക്കെ ഞാൻ ബോധ്യപ്പെടുത്തി. ഏറ്റവും വലിയൊരു പ്രസ്റ്റേജ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഈ MG റോഡ്. MG റോഡ് വികസനം നിങ്ങൾ നടപ്പിലാക്കിയേ പറ്റൂ. അത് അടിയന്തരമായി നമുക്കതിന് ഇടപെടണം എന്ന് പറയുകയും ഒപ്പം തന്നെ അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഞാൻ പുറത്തെടുത്ത് മുന്നോട്ട് പോയതാണ്. പലരും ഞാൻ വിളിച്ചു വരുത്തുകയും അവരെ മീറ്റിംഗ് വിളിച്ച് അവരൊക്കെ സറണ്ടർ ചെയ്യാൻ തയ്യാറായ ഒരു ഫ്രീ സറണ്ടർ ഉള്ളവരും അതുപോലെ തന്നെ അവർക്ക് ഇതുപോലെ തന്നെ സ്ഥലം മറ്റൊരു സ്ഥലം കൊടുക്കുകയാണെങ്കിൽ അതിനും തയ്യാറായ സാഹചര്യം വന്നു. സ്ഥലം കൊടുക്കാനും നമ്മൾ തയ്യാറായി. പിന്നെ എവിടെയോ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. കാരണം അത് ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ആർക്കോ ആ പ്രവർത്തനത്തിൽ താല്പര്യമില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മുൻ കൗൺസിലിലുണ്ടായിരുന്ന കോൺഗ്രസിന്റെ നഗരാസൂത്രണ ചെയർപേഴ്സണായിരുന്ന MR റോസ്ലിയും ആത്മാർത്ഥമായി ശ്രമം നടത്തിയിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. CPM നേതാക്കളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും ഒന്നും നടന്നില്ല. വളരെ വിഷമത്തോടെയാണ് ഇക്കാര്യത്തിൽ പടിയിറങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ കൗൺസിലുണ്ടായിരുന്ന കോൺഗ്രസിന്റെ തന്നെ പ്രതിനിധിയായിരുന്ന ശ്രീ MR റോസ്ലി നിർബന്ധമായും അതിനുവേണ്ടി ഡെഡിക്കേറ്റഡായി എൻ്റെ ഡിവിഷനിൽ നിന്ന് തന്നെ പാസ്സായി വന്ന അന്നത്തെ കോൺഗ്രസിൻ്റെ നഗര ആസൂത്രണത്തിൻ്റെ ചെയർമാനായിരുന്ന അദ്ദേഹം ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും അതിൻ്റെ എല്ലാ സംരംഭങ്ങളും പൂർത്തീകരിച്ചിട്ടും അന്നത് നടന്നില്ല. DC അടക്കം അതുമായി ബന്ധപ്പെട്ട ശ്രീ UP ജോസഫ്. കോർപ്പറേഷൻ മേയർ MK വർഗീസ് 5 വർഷത്തെ ഭരണം പൂർത്തിയാക്കി ഇന്ന് ഔദ്യോഗികമായി പടിയിറങ്ങുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. Thank you. Okay. Thanks. Okay. Thank you.
സൂര്യ ദൃശ്യങ്ങളിൽ കണ്ട പോലെ തന്നെ 5 വർഷത്തെ സംഭവബഹുലമായ ഒരു ഭരണകാലയളവിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇപ്പോൾ മേയർ MK വർഗീസ് ഇപ്പോൾ ഇവിടെ നിന്നും പടിയിറങ്ങിയിരിക്കുകയാണ്. അതായത് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പറയുന്നുണ്ടായിരുന്നു, അതായത് താൻ അല്പം നേരത്തെ പടിയിറങ്ങുകയാണ്. കാരണം പുതിയ അംഗങ്ങളെ സ്വീകരിക്കാനായി മേയർ ഓഫീസ് അടക്കം അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിമാരൊക്കെ ഇരുന്ന സ്ഥലങ്ങളടക്കം ചില മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള മെയിൻ്റനൻസ് വർക്കുകൾക്ക് കൂടി അവസരം നൽകാൻ വേണ്ടിയാണ് താൻ അല്പം നേരത്തെ തന്നെ, അതായത് നമുക്കറിയാം അടുത്ത ദിവസമാണ് ഇതുപോലെ അംഗങ്ങളുടെയൊക്കെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത്. അതിനു മുൻപ് തന്നെ താൻ പടിയിറങ്ങുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ 5 വർഷം നീണ്ട ഭരണത്തിന് ശേഷം തൃശ്ശൂർ കോർപ്പറേഷനെ ഒരു സ്വതന്ത്രമായി തന്നെ ഭരിച്ച് LDFിൻ്റെ പിന്തുണയോടെ സ്വതന്ത്രമായി തന്നെ ഭരിച്ച് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ 1500 കോടിയിലധികം വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ശേഷം ഇപ്പോൾ മേയർ MK വർഗീസ് ഇപ്പോൾ പടിയിറങ്ങിയിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സംഭവബഹുലമായ 5 വർഷമായിരുന്നു ഈ കഴിഞ്ഞു പോകുന്നത്. കാരണം നമുക്കറിയാം, അങ്ങ് സല്യൂട്ട് വിവാദത്തിൽ തുടങ്ങുന്നു. മേയറുടെ അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളും ചിലപ്പോൾ പലതരത്തിൽ സംസ്ഥാന തലത്തിലടക്കം ദേശീയ തലത്തിൽ വരെ വാർത്തയായിരുന്നു. കാരണം സല്യൂട്ട് വിവാദത്തിൽ തുടങ്ങുകയാണ് ഓരോ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും കാര്യങ്ങളും എല്ലാം തന്നെ. പിന്നീട് വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് ലാലൂർ സ്റ്റേഡിയത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. കാരണം IM വിജയൻ, ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ്റെ നേതൃത്വത്തിൽ IM വിജയൻ്റെ നാമകരണത്തിലുള്ള സ്റ്റേഡിയത്തിലേക്ക് എത്തി നിൽക്കുന്നു. അത് നമുക്കറിയാം, മാലിന്യമലയായി നിന്നിരുന്ന ലാലൂരിനെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കുന്ന തരത്തിൽ സ്റ്റേഡിയമാക്കി മാറ്റുന്ന വികസന പ്രവർത്തനത്തിലേക്ക് കോർപ്പറേഷനെ നയിച്ചുവെന്നാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്. കാരണം 1500 കോടി ഇതുവരെ കോർപ്പറേഷൻ ചരിത്രത്തിൽ ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. അത്തരത്തിൽ കോർപ്പറേഷനെ വലിയ രീതിയിൽ വികസന പ്രവർത്തനങ്ങളിലേക്ക് നയിച്ചൊരു കാലയളവ് കൂടിയാണ് തൻ്റേതെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് മേയർ ഇപ്പോൾ ഇവിടെ നിന്ന് പടിയിറങ്ങുന്നത്. ഔദ്യോഗികമായി ഇനിയും ഉള്ള രേഖകൾ ഒപ്പിടുന്ന കാര്യങ്ങളോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒക്കെ തന്നെ ഇനിയും വീട്ടിലിരുന്നു കൊണ്ട് തന്നെയാവും താൻ നിർവഹിക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ കോർപ്പറേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് ഇനിയും മേയറുടെ ഒരു ഔദ്യോഗികമായ ഒരു കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. എല്ലാം വീട്ടിലിരുന്ന് തന്നെ നിർവഹിക്കാനാണ് അദ്ദേഹം ഇപ്പോൾ കണക്ക് കൂട്ടിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒട്ടനവധി വിഷയങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഏറ്റവും ചർച്ചാ വിഷയമായിരുന്ന ഒരു കോർപ്പറേഷൻ കൂടിയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ. അത് എല്ലാ തരത്തിലും, കാരണം ഒരു സ്വതന്ത്രൻ 5 വർഷം കൃത്യമായ ഒരു ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ വന്നപ്പോൾ LDFിൻ്റെ പിന്തുണയോടെ സ്വതന്ത്രൻ 5 വർഷം ഭരിക്കുന്നു. തൃശ്ശൂരിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരേ മേയർ 5 വർഷക്കാലം പൂർത്തിയാക്കുന്നത് എന്ന പ്രത്യേകതയും MK വർഗീസിനുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യങ്ങൾ കൂടി ഏറ്റു പറയേണ്ടതുണ്ട്. ചില എന്താ പറയുക, നമുക്ക് വെടിമരുന്നിന് തിരികൊളുത്തുന്നൊരു സാഹചര്യം കൂടി ഇട്ടിട്ട് വേണം ഇപ്പോൾ അദ്ദേഹം പടിയിറങ്ങിയെന്ന് പറയേണ്ടി വരും. കാരണം LDFന്, അതായത് പിന്തുണച്ച LDFിൻ്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ പിന്തുണ ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നുള്ളൊരു വിമർശനം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. ഇതിലൂടെ വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. വികസന പ്രവർത്തനങ്ങളിൽ, അതായത് MG റോഡ് വികസനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ട വിധത്തിലുള്ള പിന്തുണ കിട്ടിയില്ല. അതേസമയം നേരിയ പിന്തുണ ഇത്തരത്തിൽ കിട്ടി എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും. കാരണം അദ്ദേഹം ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് ആര് ജയിക്കുമെന്ന് ചോദിച്ചപ്പോൾ താൻ പ്രതിദാനം ചെയ്ത അല്ലെങ്കിൽ തന്നെ പിന്തുണച്ച LDF ജയിക്കുമെന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞില്ല. ഒപ്പം തന്നെ 1500 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി അത് ജനങ്ങളിലേക്ക് എത്തിച്ചാൽ LDFന് വിജയിക്കാനാകുമെന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത്. ഒപ്പം തന്നെ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ചില സുനാമികൾ വന്നാൽ ഒരുവിധം കാര്യങ്ങളൊക്കെ തന്നെ വാഷ് ഔട്ടായി പോകും, അപ്പോൾ ചിലത് മാത്രമേ സർവൈവ് ചെയ്യൂ എന്നുള്ളതാണ്. അത് അപ്പോൾ UDFനെ ഒരു സുനാമി പോലെ തരംഗമായി ആഞ്ഞടിച്ചു എന്ന് കരുതുമ്പോൾ LDF അത്രയേ ഉള്ളൂ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അങ്ങനെയല്ല താൻ പറഞ്ഞത്. ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള മുന്നേറ്റം വരുമ്പോൾ സ്വാഭാവികമായും ചില പാർട്ടികൾക്ക് അപജയമുണ്ടാകാം. അത്തരത്തിൽ ഇത് ആദ്യമായി ഉണ്ടാകുന്നതല്ല എന്നുള്ള തരത്തിലേക്ക് അദ്ദേഹം പിന്നീട് വ്യാഖ്യാനിക്കുകയുണ്ടായി. എന്തായാലും അവസാന നിമിഷം LDFനെയും MG റോഡ് വികസനത്തിലടക്കം വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. ഇനിയുള്ള കാര്യങ്ങൾ ഏത് മുന്നണിയിൽ പോകും, അല്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ, ഏത് പാർട്ടിക്കൊപ്പമാകും എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും തന്നെ വ്യക്തമായ ഉത്തരവ്
അദ്ദേഹം നൽകിയിട്ടില്ല. എന്തായാലും ഇനിയും പൊതുരംഗത്ത് സജീവമായി തന്നെ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് ഒരു അറിയിപ്പ് കൂടി ഇപ്പോൾ MK വർഗീസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും കോർപ്പറേഷൻ മേയർ ചേംബറിൽ നിന്നും ഒപ്പം നിന്ന സഹപ്രവർത്തകർക്കെല്ലാം തന്നെ യാത്രയയപ്പ് നൽകി. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഇതുവരെ കൂടിയിരുന്ന ആ കൗൺസിൽ ഹാളിലെത്തി അവസാന നിമിഷം പ്രശംസാപത്രം അടക്കം നൽകി എല്ലാവരുടെയും ആശംസ ഏറ്റുവാങ്ങിയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലയളവിൽ സ്ഥാപിച്ച ഗാന്ധിജിയുടെ ഈ ഒരു ശില്പത്തിൽ അദ്ദേഹം മാലയിട്ടുകൊണ്ട് ഇപ്പോൾ ഔദ്യോഗിക വാഹനവും ഉപേക്ഷിച്ച് ഓട്ടോയിൽ ഇപ്പോൾ വീട്ടിലേക്ക് യാത്രയായിരിക്കുന്നത്. സൂര്യ. ശരി അഭിജിത്ത്. സംഭവബഹുലമായ 5 വർഷത്തെ ഭരണം പൂർത്തിയാക്കി തൃശൂർ കോർപ്പറേഷൻ മേയർ ഭരണം പൂർത്തിയാക്കി ഔദ്യോഗികമായി പടിയിറങ്ങിയിരിക്കുന്നു. വിവരങ്ങളാണ് അഭിജിത്ത് തലച്ചിറ നൽകിയത്. ഇടവേള. ഒരു കാലത്ത് ഈ മേഖലയെ ആകെ അടക്കി ഭരിച്ച മാഫിയ തലം ദൈവമേ, കണ്ട കള്ളക്കടത്തുകാരനെയൊക്കെ വെട്ടുകൊണ്ടിയാവേണ്ട ഗതിയായി പോയല്ലോ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കടങ്ങോട് മണ്ടമ്പറമ്പിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. 5 ഫാമുകളിൽ നിന്നായി 300ഓളം പന്നികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവയെ ദയാവധത്തിന് ഇരയാക്കും. ഇത് സംബന്ധിച്ച് നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജന്റെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ്, സെക്രട്ടറി മായാദേവി, വെറ്റിനറി ഉദ്യോഗസ്ഥർ, ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ വർഷവും പഞ്ചായത്തിലെ പതിയാരം, മണ്ടമ്പറമ്പ് പ്രദേശങ്ങളിലെ ഫാമുകളിൽ ആഫ്രിക്കൻ പന്നിപ്പനി ബാധിച്ചിരുന്നു. 1500-ലധികം പന്നികളെയാണ് അന്ന് ദയാവധത്തിന് ഇരയാക്കിയത്. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ പന്നിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. മണ്ടമ്പറമ്പ് പ്രദേശങ്ങളിലുള്ള 3-4 ഫാമുകളിലായിട്ടാണ് പന്നിപ്പനി മനസ്സിലായിട്ടുള്ളത്. ഇന്ന് വെറ്റിനറി ഉദ്യോഗസ്ഥരുമായിട്ടുള്ള യോഗം പഞ്ചായത്തിൽ കൂടിയിട്ടുണ്ട്. മറ്റന്നാൾ മുതൽ പന്നിപ്പനിയുടെ ഭാഗമായിട്ടുള്ള ദയാവധം ആരംഭിക്കുന്നതാണ്. ഒരു ഭയാശങ്കകളുടെയും ആവശ്യമില്ല. ഇത് പന്നിയിൽ നിന്ന് പന്നിയിലേക്ക് മാത്രമേ പകരുകയുള്ളൂ, മനുഷ്യനിൽ പകരുന്ന അസുഖമല്ല. സംവിധായകനും മുൻ MLA-യുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ ചലച്ചിത്ര അക്കാദമിക്ക് പോലീസ് നോട്ടീസ് നൽകും. തനിക്കുണ്ടായ ദുരനുഭവം അക്കാദമി ഭാരവാഹികളെ അറിയിച്ചിരുന്നുവെന്ന ചലച്ചിത്ര പ്രവർത്തക മൊഴി നൽകിയിട്ടുണ്ട്. ജൂറിയുടെ വിശദാംശങ്ങൾ, ഹോട്ടൽ ബുക്കിംഗ് വിവരങ്ങൾ എന്നിവയും ആവശ്യപ്പെടും. IFFK-യുടെ സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള ജൂറി അംഗങ്ങളായിരുന്നു പരാതിക്കാരിയും PT കുഞ്ഞുമുഹമ്മദും. കഴിഞ്ഞ മാസം 6-ന് ഹോട്ടലിൽ വെച്ച് കുഞ്ഞുമുഹമ്മദ് മുറിയിലേക്ക് വിളിച്ച് മോശമായി പെരുമാറിയെന്നാണ് പരാതി നൽകിയത്. കുചേല ദിനത്തിൽ മഞ്ജുലാൽ തറയിൽ പുതിയ കുചേല പ്രതിമ സമർപ്പണം. നവീകരിച്ച മഞ്ജുലാൽ തറയിൽ പുതിയ വെങ്കല ഗരുഡ ശില്പത്തിനരികെയാണ് പുതിയ കുചേല പ്രതിമയുടെ സ്ഥാനം. 6 അടി ഉയരത്തിൽ കരിങ്കല്ല് മാതൃകയിൽ നിർമ്മിച്ച കുചേല പ്രതിമയുടെ സമർപ്പണം ദേവസ്വം ചെയർമാൻ നിർവഹിക്കും. കയ്യിൽ ഓലക്കുടയും തോളിൽ തുണിസഞ്ചിയും അരയിൽ അവിൽപ്പൊതിയുമായി ഗുരുവായൂർ ക്ഷേത്രനടയിലേക്ക് ഭക്തിയോടെ നോക്കുന്ന രീതിയിലാണ് പ്രതിമയുടെ രൂപകൽപ്പന. ഭരണവിരുദ്ധ വികാരമില്ലെന്ന LDF-ന്റെ പ്രസ്താവനയെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്രയും വലിയ തിരിച്ചടി കിട്ടിയിട്ടും തങ്ങൾക്ക് തെറ്റുപറ്റിയില്ലെന്നും ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്നും ഇടതുമുന്നണി പറയുന്നത് നല്ലതാണ്. ഒരു സ്വയം വിമർശനം പോലും നടത്താൻ തയ്യാറാകാത്ത പാർട്ടിയെക്കുറിച്ച് ജനങ്ങൾ ചിന്തിക്കട്ടെ എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി പ്രവേശനത്തിലും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. മറ്റൊരു മുന്നണിയിൽ നിൽക്കുന്ന കക്ഷിയെ UDF-ൽ എടുക്കുമെന്ന് പറയാൻ തനിക്ക് കഴിയില്ല. പക്ഷേ മുന്നണി വിപുലീകരണമുണ്ടാകും. ഇടതുപക്ഷത്തോട് എതിർപ്പുള്ള ജനാധിപത്യം പുലരണമെന്നാഗ്രഹിക്കുന്ന ആളുകളും സംഘടനകളും UDF-ന് ഒപ്പം വരുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത കുന്നംകുളത്ത് നഗരസഭാ ഭരണം പിടിച്ചെടുക്കാൻ മുന്നണികളും രാഷ്ട്രീയ നേതൃത്വവും തിരക്കിട്ട ചർച്ചകൾ ആരംഭിച്ചു. 39 അംഗ കൗൺസിലിൽ കേവല ഭൂരിപക്ഷത്തിന് 20 സീറ്റുകൾ ലഭിക്കണം.
എന്നാൽ ഒറ്റകക്ഷി എന്ന നിലയിൽ 18 അംഗങ്ങളുള്ള CPM-നാണ് ഭൂരിപക്ഷം. BJP 7-ഉം കോൺഗ്രസ് 9-ഉം RMP 4-ഉം വിമത കോൺഗ്രസ് അംഗം 1-ഉം എന്നതാണ് നിലവിലെ കക്ഷിനില. RMPയെ മുന്നിൽ നിർത്തി ഭരണം പിടിച്ചടക്കാനാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ശ്രമം ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിനോട് കോൺഗ്രസിലെ മറ്റൊരു വിഭാഗത്തിന് താൽപര്യമില്ല. ഔദ്യോഗികമായി ഒരു ചർച്ചയും ഇത് സംബന്ധിച്ച് നടത്തിയിട്ടില്ലെന്നാണ് RMP നേതാക്കൾ വ്യക്തമാക്കിയത്. വിമതയായി ജയിച്ച കൌൺസിലറെ ഒപ്പം നിർത്തുവാനും കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. കോൺഗ്രസും വിമതിയും RMPയും ചേർന്നാൽ പോലും 14 സീറ്റുകളെ ലഭിക്കുകയുള്ളൂ. BJP സഹായിച്ചാൽ മാത്രമേ ഭരണത്തെക്കുറിച്ച് ആലോചിക്കേണ്ടുള്ളൂവെന്നാണ് യാഥാർത്ഥ്യം. ഒറ്റകക്ഷി എന്ന നിലയിൽ ഭരണം നിലനിർത്താനാണ് CPM ശ്രമിക്കുന്നത്. CPM-ന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി സൗമ്യ അനിലനും വൈസ് ചെയർമാനായി പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവും CITU ഏരിയ ട്രഷററുമായ PG ജയപ്രകാശനുമാണ് മത്സരരംഗത്തുണ്ടാവുക. 21-ന് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള ചൂടേറിയ ചർച്ചകൾ നടക്കും. TCV ന്യൂസ്, കുന്നംകുളം. വെങ്കിടം ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡിലെ AH ഫൈസലിന്റെ വിജയത്തിന് തിളക്കം കൂടും. ഫൈസൽ പരാജയപ്പെടുത്തിയത് 3 മുൻ ജനപ്രതിനിധികളെയാണ്. മുന്നണി സ്ഥാനാർത്ഥികളെയും 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും കടന്ന് കന്നിയംഗത്തിൽ തന്നെ മിന്നും താരമായാണ് AH ഫൈസൽ വെങ്കിടങ്ങ് പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് എത്തുന്നത്. 12-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായാണ് ഫൈസൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ശക്തമായ പോരാട്ടത്തിനൊടുവിൽ 65 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കന്നിയംഗത്തിൽ ഫൈസൽ വിജയം നേടിയത്. മുൻ വെങ്കിടങ്ങ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖായിരുന്നു LDF സ്ഥാനാർത്ഥി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ഷാജു അമ്പലത്ത്, മുൻ വാർഡ് മെമ്പർ RV മൊയ്നുദ്ദീൻ എന്നിവർ സ്വതന്ത്രരായും മത്സരരംഗത്തുണ്ടായിരുന്നു. ഷൈജു TN ആയിരുന്നു BJP സ്ഥാനാർത്ഥി. 293 വോട്ട് നേടി ഫൈസൽ വിജയിച്ചപ്പോൾ മുംതാസ് റസാഖ 228-ഉം ഷാജു അമ്പലത്ത് 221 വോട്ടും നേടി. മറ്റു 2 സ്ഥാനാർത്ഥികളും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ശക്തമായ ജനാധിപത്യ പോരാട്ടത്തിനൊടുവിൽ വിജയം കൈവരിക്കാനായതിന്റെ ആഹ്ലാദത്തിലാണ് ഫൈസൽ. TCV, പാവറട്ടി. ചായ്പൻകുഴിയിൽ കാട്ടാനാക്രമണത്തിൽ വയോധികൻ മരിച്ച സംഭവത്തിൽ ഫോറസ്റ്റ് സ്റ്റേഷൻ ആക്രമിച്ചവരുടെ പേരിൽ വെള്ളിക്കുളങ്ങര പോലീസ് കേസെടുത്തു. ജനപ്രതിനിധികൾ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 25 ആളുകളുടെ പേരിൽ പൊതുമുതൽ നശിപ്പിച്ചതിനാണ് കേസ്. തിങ്കളാഴ്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്തിയെന്ന് ചായ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പറഞ്ഞു. വെങ്കിടങ്ങ് തൊയക്കാവ് വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. തൊയക്കാവ് മഞ്ചറമ്പത്ത് സുജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഓട്ടോറിക്ഷയാണ് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. അയൽവാസിയായ കൊങ്ങനാർ വീട്ടിൽ പ്രദീപ് കുമാറിന്റെ വീടിന് മുന്നിലാണ് രാത്രി ഓട്ടോറിക്ഷ നിർത്തിയിട്ടിരുന്നത്. ഓട്ടോറിക്ഷയുടെ മുകളിലെ ഷീറ്റ്, സീറ്റ്, കണ്ണാടി എന്നിവ നശിപ്പിച്ചു. ഉടമ സുജിത്ത് പാവറട്ടി പോലീസിൽ പരാതി നൽകി. SI അനുരാജിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. പരിസര പ്രദേശങ്ങളിലെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൈറലായ പാട്ടിനെതിരെ DGPക്ക് പരാതി. പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് പരാമർശിച്ച് സന്നിധാനത്തെ സ്വർണ്ണക്കൊള്ളയിൽ LDF-ന് നേരെ വിരൽ ചൂണ്ടുന്നതായിരുന്നു പാട്ട്. മനോഹരമായ ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചുവെന്നും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാണ് പാട്ടിനെ വികലമാക്കിയതെന്നും കാണിച്ചാണ് പരാതി. ഭക്തരെ അപമാനിച്ച പാട്ട് പിൻവലിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയാണ് പരാതിക്കാരൻ. 4-ാം വട്ടവും വിജയം കൈപ്പിടിയിലാക്കി VM ജോണി. കൊടുങ്ങല്ലൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ചേരമാൻപറമ്പ് വാർഡിൽ നിന്നും വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി VM ജോണിക്ക് ഇത് 4-ാം വിജയം. കോട്ടപ്പുറം കോട്ട വാർഡിൽ തുടങ്ങിയ വിജയപരമ്പര പ്രദേശത്തെ 4-ാമത്തെ വാർഡിലെത്തി നിൽക്കുകയാണ്. ഇക്കുറി 400 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. കഴിഞ്ഞ തവണ നഗരസഭാ കൌൺസിലിൽ കോൺഗ്രസിന്റെ ഏക പ്രതിനിധിയായിരുന്നു VM ജോണി. ഇക്കുറി കോൺഗ്രസിന് 3 കൌൺസിലർമാരുണ്ട്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ മേഖലാ ഓഫീസ് തെക്കേനടയിലെ ചന്ദ്രിക കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത് ഭദ്രദീപം തെളിയിച്ചു. വിവിധ വ്യാപാര സംഘടനാ ഭാരവാഹികളായ NR വിനോദ് കുമാർ, സുകുമാരൻ, ബിജുലാൽ, സുനിൽ കളരിക്കൽ, ഷാജഹാൻ, സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. പാർലിക്കാട് നൈമിഷാരണ്യത്തിൽ വെള്ളിയാഴ്ച ആരംഭിക്കുന്ന 24-ാമത് പരമതത്വ
സത്രത്തിലേക്കുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം ഗുരുവായൂരിൽ നിന്നുമെത്തി. 60-ലധികം കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി. ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്നും അലങ്കരിച്ച രഥത്തിൽ പുറപ്പെട്ട ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ ക്ഷേത്രം സ്ഥിരം ട്രസ്റ്റി മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ദീപം തെളിയിച്ച് ആരതി ചെയ്തു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ വിഗ്രഹത്തിൽ പ്രഥമ ഹാരാർപ്പണം നടത്തി. തുടർന്ന് നഗരസഭാ കൌൺസിലർ ശോഭ ഹരിനാരായണൻ, മമ്മിയൂർ ദേവസ്വം ചെയർമാൻ ജി കെ പ്രകാശൻ, ഗുരുവായൂർ ദേവസ്വം ഗോപുരം മാനേജർ, ദേവസ്വം മുൻ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ കെ പി കരുണാകരൻ, അഖില ഭാരത സത്രസമിതി അംഗം ശ്രീജിത്ത് കെ നായർ തുടങ്ങിയവർ ഹാരാർപ്പണം നടത്തി. 19 മുതൽ 28 വരെയാണ് നൈമിഷ്യാരണ്യം നടക്കുന്നത്. മതിലകത്ത് യുവതി കുഴഞ്ഞു വീണു മരിച്ചു. ശ്രീനാരായണപുരം ആല ഗോതുരുത്തിലെ CPI ബ്രാഞ്ച് സെക്രട്ടറി മാന്തുരുത്തി മുഹമ്മദ് റാഫിയുടെ ഭാര്യ 42 വയസ്സുള്ള ഹസീനയാണ് മരിച്ചത്. മതിലകത്തെ സ്വന്തം വീട്ടിൽ നിന്നും ബസ് സ്റ്റോപ്പിലേക്ക് പോകും വഴി ഹസീന കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്രിസ്മസ് വിരുന്നിൽ അതിഥിയായി നടി ഭാവന. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് തലസ്ഥാനത്തു നടന്ന വിരുന്നിലാണ് നടി പങ്കെടുത്തത്. നടി വിരുന്നിൽ പങ്കെടുത്തതിന്റെ ചിത്രം മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ പങ്കുവച്ചു. മതനേതാക്കൾ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ വിരുന്നിൽ പങ്കെടുത്തു. ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ വിരുന്നിലേക്ക് ക്ഷണിച്ചിരുന്നുവെങ്കിലും ഗോവയിലായിരുന്നതിനാൽ അദ്ദേഹം പങ്കെടുത്തില്ല. ലോക്ഭവനിൽ 22-ന് നടക്കുന്ന ഗവർണറുടെ വിരുന്നിൽ മുഖ്യമന്ത്രി പങ്കെടുത്തേക്കും. ചിറ്റാട്ടുകര റോഡിലെ കോഴിത്തോട്ടിൽ വീണ്ടും സെപ്റ്റിക് മാലിന്യം തള്ളിയ നിലയിൽ. പാവറട്ടി പഞ്ചായത്ത് 4-ാം വാർഡിൽ ഒരാഴ്ച മുൻപ് മാലിന്യം തള്ളിയ അതേ സ്ഥലത്താണ് വീണ്ടും മാലിന്യം നിക്ഷേപിച്ചിട്ടുള്ളത്. പ്രദേശത്ത് നിരവധി വീടുകളും കിണറുകളുമുണ്ട്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ജിതിൻ അശോകൻ സ്ഥലം സന്ദർശിച്ചു. പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് കുറ്റക്കാരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് ഓഫീസിലും പോലീസിലും നാട്ടുകാർ പരാതി നൽകി. ഗുരുവായൂർ അയ്യപ്പ ഭജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ നടന്ന ദേശവിളക്ക് ഭക്തിസാന്ദ്രമായി. സത്യമുദ്ര സമർപ്പണം, ഗുരുവായൂർ ജയപ്രകാശിന്റെ കേളി, ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് എന്നിവയുണ്ടായിരുന്നു. പഞ്ചവാദ്യം, ഉടുക്കുപാട്ട്, താലം എന്നിവ എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. മച്ചാട് സുബ്രഹ്മണ്യനും സംഘവും നയിച്ച വിളക്കിന് GK പ്രകാശൻ, K ദിവാകരൻ നമ്പ്യാർ, ചന്ദ്രൻ ചങ്കത്ത്, M രാധാകൃഷ്ണൻ, പ്രഭാകരൻ മണ്ണൂർ, രാജു ഇളയേടത്ത്, ബാലൻ വാർനാട്ട്, KP കരുണാകരൻ, ശിവൻ കണിച്ചാടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാമക്കാല നഹ്ജുർ റഷാദ് ഇസ്ലാമിക് കോളേജിന്റെ 20-ാം വാർഷിക സമ്മേളനത്തിന് നാളെ തുടക്കമാകും. 21 വരെ നീണ്ടുനിൽക്കുന്ന പരിപാടികളിൽ മതരാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും. നാളെ ദാറുൽ ഹുദയുടെ 40ഓളം സഹസ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന മാനേജ്മെന്റ് മീറ്റ് നടക്കും. 18-ന് രാവിലെ ചെയർമാൻ TM ഹൈദർ ഹാജി പതാക ഉയർത്തും. തുടർന്ന് ചാമക്കാലയിലെ മുതിർന്നവർക്കുള്ള സ്നേഹാദരം പരിപാടി പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ആത്മീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് ഷാഫി ഹുദാവി, അൻവർ മുഹീദ്ദീൻ ഹുദവി, ഷുഹൈബ് ഹുദവി, വല്ലപ്പുഴ, MCA നസീർ, സലീം പുറക്കൂളം തുടങ്ങിയവർ പങ്കെടുത്തു. ജീവകാരുണ്യ രംഗത്തെ നിറസാന്നിധ്യമായ പുത്തൻപീടിക കാരുണ്യയുടെ ഈ വർഷത്തെ രോഗി ബന്ധു സംഗമം നടന്നു. വിവിധ രോഗങ്ങൾ ബാധിച്ച് പരസഹായമില്ലാതെ നടക്കാൻ പോലും പറ്റാത്തവർക്കായാണ് സംഗമം ഒരുക്കിയത്. പലരും ആംബുലൻസിലാണ് ആഘോഷത്തിനെത്തിയത്. സൗജന്യമായി സർവീസ് നടത്തിയ 2 ആംബുലൻസുകളും കാരുണ്യയുടെ സ്വന്തം ആംബുലൻസുമാണ് രോഗികളെ സംഗമം നടക്കുന്ന വേദിയിലെത്തിക്കാൻ ഓടിയത്. 10 കട്ടിലുകളും കിടക്കയും രോഗികൾക്കായി സജ്ജമാക്കിയിരുന്നു. വീൽചെയറുകളിൽ ഇരുന്നും പരിപാടികൾ ആസ്വദിച്ചു. ഓക്സിജൻ സംവിധാനങ്ങളും ഡോക്ടറും ഉൾപ്പെടെയുള്ള മെഡിക്കൽ സംവിധാനങ്ങളും ഇവിടെയുണ്ടായിരുന്നു. കാരുണ്യയുടെ 30-ലേറെ വളണ്ടിയർമാരും ശ്രീനാരായണ കോളേജിൽ നിന്നുള്ള NSS വളണ്ടിയർമാരും രോഗികൾക്ക് വേണ്ട പരിചരണം ഒരുക്കി. രോഗികൾ തന്നെ വിളക്ക് കൊളുത്തിയാണ് പരിപാടികൾ ഉദ്ഘാടനം നിർവഹിച്ചത്. അന്തിക്കാട്, താന്യം, ചാഴൂർ, മണലൂർ, അരിമ്പൂർ പഞ്ചായത്തുകളിൽ നിന്നുള്ള രോഗികളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. സംഗമത്തിൽ പങ്കെടുത്ത രോഗികൾക്ക് കൈനിറയെ സമ്മാനങ്ങളും സംഘാടകർ ഒരുക്കിയിരുന്നു. CC മുകുന്ദൻ MLA മുഖ്യാതിഥിയായിരുന്നു.
കാരുണ്യ വെൽഫെയർ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ശ്രീമുരുകൻ അന്തിക്കാട്, പ്രസിഡന്റ് പാപ്പച്ചൻ ആന്റണി, കൺവീനർ രാജീവൻ കുന്നത്ത്, ജോയിന്റ് സെക്രട്ടറി രവികുമാർ, റോഷി, ഷീനിൽകുമാർ, സിസ്റ്റർ ആതിര, സിസ്റ്റർ വർഷ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. TCV ന്യൂസ്, തൃപ്രയാർ. വിജയ് ദിവസ് ആചരണത്തിന്റെ ഭാഗമായി പൈതൃകം ഗുരുവായൂർ സൈനിക സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ NCC കേഡറ്റുകളുടെ പരേഡ് സംഘടിപ്പിച്ചു. മേജർ PJ സ്റ്റൈജുവിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ മഞ്ജുലാൽ പരിസരത്ത് നടന്ന പരേഡിൽ 50ഓളം കേഡറ്റുകൾ പങ്കെടുത്തു. ദിനാചരണത്തിന്റെ ഭാഗമായി കിഴക്കേനടയിലെ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം തയ്യാറാക്കിയ അമർ ജവാൻ സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നഗരസഭാ വായനശാല ഹാളിൽ നടന്ന സൈനിക സംഗമം കേണൽ CK ബാബു ഉദ്ഘാടനം ചെയ്തു. ബ്രിഗേഡിയർ NA സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സൈന്യത്തിൽ പ്രത്യേക സേവനമനുഷ്ഠിച്ച സർജന്റ് M മനോജ്, ഹവിൽദാർ E രവീന്ദ്രൻ, സർജന്റ് K ജയകൃഷ്ണൻ എന്നിവരെ ആദരിച്ചു. ഗുരുവായൂർ ടെമ്പിൾ SI K ഗിരി, KK വേലായുധൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, ഡോക്ടർ K സുഗതൻ, ഡോക്ടർ KB പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലകാല ആചാരവിശേഷമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ അങ്കുലിയാങ്കം കൂത്ത് തുടങ്ങി. ശ്രീലകത്തു നിന്ന് നൽകിയ അഗ്നി കൂത്തമ്പലത്തിലെ മണ്ഡപദീപത്തിൽ പകർന്നതോടെയാണ് കൂത്ത് ആരംഭിച്ചത്. ഹനുമാൻ വേഷത്തിൽ രാമായണം കഥ ആംഗ്യഭാഷയിലൂടെ അവതരിപ്പിക്കുന്നതാണ് അങ്കുലിയാങ്കം കൂത്ത്. പാരമ്പര്യക്കാരനായ ചാക്യാർ 12 ദിവസങ്ങളിലായി അരങ്ങേറുന്ന അങ്കുലിയാങ്കം കൂത്ത് മണ്ഡലകാലത്ത് ആചാരപ്രധാനമാണ്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ക്ഷേത്രം DA പ്രമോദ് കളരിക്കൽ എന്നിവർ സന്നിധരായിരുന്നു. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് മുക്ത കലാലയമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായുള്ള 2ാംഘട്ട ശുചീകരണ പ്രവർത്തനങ്ങൾ കോളേജ് ക്യാമ്പസിൽ നടന്നു. 1 വർഷം നീണ്ടുനിൽക്കുന്ന സാമൂഹ്യ ദൌത്യത്തിന്റെ 2ാം ഘട്ടത്തിൽ കോളേജ് യൂണിയൻ, നാഷണൽ സർവീസ് സൊസൈറ്റി, NCC, NGI, ഹരിതശ്രീ, തൃശൂർ കോർപ്പറേഷൻ എന്നിവരുടെ സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. OSC നേതാക്കളായ PG ശിവൻ, P മധുസൂദനൻ, പോൾ, ശരത്, റസാഖ് തുടങ്ങിയവരും യൂണിയൻ ചെയർമാൻ നീരജ് പഹലി, NSS സെക്രട്ടറിമാരായ പാർവതി, തുഷാര, ആദിൽ തുടങ്ങിയവരും NCC ജൂനിയർ അണ്ടർ ഓഫീസർ K നേഹ അനിൽ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അമിത രാജീവ്, കുടുംബശ്രീ ഭാരവാഹി ലത തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള വിഷൻ ഉപഭോക്താക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നാളെ മുതൽ LCN 1-ൽ TCV ചാനലും LCN 3-ൽ കേരള വിഷൻ സാറ്റലൈറ്റ് ചാനലുമായിരിക്കും ലഭ്യമാകുക. യുവ ചാനൽ LCN 35-ലും ലഭിക്കും. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ തൃശൂർ മാജിക് FC ഫൈനലിൽ കടന്നു. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന സെമി ഫൈനലിൽ മലപ്പുറം FCയെ 3-1 മറികടന്നാണ് തൃശൂർ ടീം കലാശപ്പോരിന് യോഗ്യത നേടിയത്. മാർക്കസ് ജോസഫിന്റെ ഹാട്രിക് മികവിലാണ് മാജിക് FC ഫൈനലിലേക്ക് മാർച്ച് ചെയ്തത്. കണ്ണൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെള്ളിയാഴ്ച നടക്കുന്ന കിരീട പോരാട്ടത്തിൽ തൃശൂർ മാജിക് FC കണ്ണൂർ വാരിയേഴ്സുമായി ഏറ്റുമുട്ടും. കോടാലി കൊരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിൽ ഈ മാസം 31 ആഘോഷിക്കുന്ന തൃക്കാർത്തിക മഹോത്സവത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ ബ്രോഷർ പ്രകാശനം ചെയ്തു. ക്ഷേത്രം തന്ത്രി അഴകത്ത് മനയ്ക്കൽ വിഷ്ണു നമ്പൂതിരി ഭഗിനി മണ്ഡൽ പ്രവർത്തക മണി രാമൻകുട്ടിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. തന്ത്രി അഴകത്ത് മനയ്ക്കൽ വിഷ്ണു നമ്പൂതിരി, പുരാണശ്രീ കൊളുത്തൂർ പുരുഷോത്തമൻ, മേൽശാന്തി വെങ്ങിശ്ശേരി പുരുഷോത്തമൻ നമ്പൂതിരി, ക്ഷേത്രം പ്രസിഡന്റ് കൊച്ചുണ്ണി കർത്ത, സെക്രട്ടറി സുരേഷ് കടുപ്പുശ്ശേരിക്കാരൻ, ട്രഷറർ സനോജ് വെട്ടിയാട്ടിൽ, ഭഗിനി മണ്ഡൽ പ്രസിഡന്റ് സരസ സുരേഷ് എന്നിവർ സംസാരിച്ചു. ഇനി വാണിജ്യം. ലോകത്തിലെ മുൻനിര ഇന്നർവെയർ ബ്രാൻഡായ ജോക്കിയുടെ 6ാമത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഫ്രീ സ്റ്റൈൽ തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇക്കണ്ടവാരി റോഡിൽ പൗരസമിതി ജംഗ്ഷനിൽ പ്രവർത്തനമാരംഭിച്ച ഷോറൂമിന്റെ ആശീർവാദ കർമ്മം തൃശൂർ വ്യാകുലമാതാവിൻ ബസലിക്ക അസിസ്റ്റന്റ് വികാരി ഫാദർ ബെൻവിൻ തട്ടിൽ നിർവഹിച്ചു. ജോക്കി എക്സ്ക്ലൂസീവ് ഷോറൂം ഫ്രീ സ്റ്റൈൽ ഉടമ പ്രിൻസൺ ഫ്രാൻസിസിന്റെ പിതാവ് ഫ്രാൻസിസ് കാഞ്ഞിരപ്പറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് മാനേജിംഗ് കമ്മിറ്റി അംഗം AG സജീഷ് ആദ്യ വിൽപ്പന നടത്തി. ഉടമ പ്രിൻസൺ ഫ്രാൻസിസ്, കമ്പനി പ്രതിനിധി ജിൻഡോ തോമസ്, ജോക്കി എക്സ്ക്ലൂസീവ് ഷോറൂം ഫ്രീ സ്റ്റൈൽ ഗ്രൂപ്പ് മാനേജർ സിജോ കുന്നപ്പള്ളി, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു.
ജോക്കി എക്സ്ക്ലൂസീവ് ഷോറൂം ഫ്രീ സ്റ്റൈലിന്റെ ജില്ലയിലെ മറ്റു ഷോറൂമുകൾ ചാലക്കുടി, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിലാണ് പ്രവർത്തിച്ചു വരുന്നത്. ജോക്കി ബ്രാൻഡിന്റെ അണ്ടർവെയർ, സ്ലീപ്പ് വെയർ, സ്പോർട്സ് വെയർ തുടങ്ങി എല്ലാത്തരം ലേഡീസ്, ജെന്റ്സ് ആൻഡ് കിഡ്സ് വെയറുകളും ഷോറൂമിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9847134765. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,270 രൂപ, പവന് 98,160 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സാമുദായിക സമവാക്യങ്ങൾക്ക് പ്രാധാന്യം നൽകി തൃശൂരിൽ മേയർ, ഡെപ്യൂട്ടി മേയർ പദവികൾ വീതം വയ്ക്കും. അഡ്വക്കേറ്റ് സുബി ബാബു, ഷീന ചന്ദ്രൻ, ശ്യാമള മുരളീധരൻ, വത്സല ബാബുരാജ് എന്നിവർ പരിഗണനയിൽ. തൃശൂർ ജില്ലയിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാകാത്തതിൽ BJP സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തി. ജില്ലാ നേതാക്കളെ വിളിച്ചുവരുത്തി വിശദീകരണം തേടുമെന്ന് സൂചന. ജില്ലയിൽ സംഘടനാ തലത്തിൽ അഴിച്ചുപണിക്കും സാധ്യത. തൃശൂർ MG റോഡ് വികസനത്തിന് ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടും പാർട്ടി പിന്തുണ ലഭിച്ചില്ലെന്ന് മേയർ MK വർഗീസിന്റെ കുറ്റസമ്മതം. MG റോഡ് വികസനമെന്ന സ്വപ്നം ബാക്കിവെച്ച് ദുഃഖത്തോടെയാണ് പടിയിറങ്ങുന്നതെന്നും മേയർ. കടങ്ങോട് മണ്ടമ്പറമ്പിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. 5 ഫാമുകളിൽ നിന്നായി 300ഓളം പന്നികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പന്നികളെ ദയാവധത്തിനിരയാക്കി. സംവിധായകനും മുൻ MLA-യുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ ചലച്ചിത്ര അക്കാദമിക്ക് പോലീസ് നോട്ടീസ് നൽകും. ജൂറിയുടെ വിശദാംശങ്ങൾ, ഹോട്ടൽ ബുക്കിംഗ് വിവരങ്ങൾ എന്നിവ ആവശ്യപ്പെടും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.